രേവതി നക്ഷത്രം. ഏകദേശം 45 വയസ്സ് വരെ ഇവർക്ക് കഷ്ടകാലം തന്നെയാണ്. അതായത് ശനിയുടെ അപഹാരമുണ്ട്. എത്ര സമ്പത്ത് ഇവരുടെ കയ്യിൽ വന്നു ചേർന്നാലും അത് ഇവർക്ക് ഉപയോഗത്തിൽ വരുന്നില്ല. അത് ചിലവായിക്കൊണ്ടേയിരിക്കും. അതായത് ഒന്നും തന്നെ സേവ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത്. പലപ്പോഴും ചെയ്യാത്ത പല കാര്യങ്ങളും ഉണ്ടാകും. അല്ലെങ്കിൽ ചെന്ന് അവർ അറിയാതെ പല കാര്യങ്ങൾക്കും അവർക്ക് പഴി കേൾക്കേണ്ടി വരും. അതുപോലെ തന്നെ പലപ്പോഴും പല കാര്യങ്ങളിൽ ചെന്ന് ഇടപെടുകയും, എന്നാൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പൊതു ആവശ്യത്തിന് വേണ്ടിയോ ഉള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ഇടപെടും. പക്ഷേ അത് പിന്നീട് വിനയായി സംഭവിക്കുകയും ചെയ്യും. അത്തരത്തിൽ ഒരു നക്ഷത്രമാണ് ഈ രേവതി നക്ഷത്രം. രേവതി നക്ഷത്രം വളരെ നല്ല നക്ഷത്രമാണ്. സിനിമാ താരമായ മോഹൻലാലിൻ്റെ നക്ഷത്രമടക്കം രേവതിയാണ്. പക്ഷേ എന്നിരുന്നാലും രേവതി നക്ഷത്രക്കാർക്ക് എപ്പോഴും ഒരു വിഷമഘട്ടമാണ് ഏത് സമയവും. കാരണം അവർ പലപ്പോഴും ചിലരെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്നവരുണ്ടാകും. അത്തരത്തിലാണ് ഈ ഒരു നക്ഷത്രത്തിൻ്റെ പ്രത്യേകത. ഏകദേശം 45 വയസ്സ് കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇവർക്ക് കൂടുതൽ രക്ഷ നേടാൻ കഴിയും. പുതിയ കർമ്മ പദ്ധതിക്ക് രൂപരേഖ തയ്യാറാക്കാനും വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളിൽ പണം കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിലും കൂടുതൽ ശ്രദ്ധയും അതുപോലെ സൂക്ഷ്മതയും എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കാരണം അങ്ങനെയാണ് ഈ ഒരു നക്ഷത്രക്കാർക്ക്. പലപ്പോഴും ഇവർ ചെയ്യുന്ന പല കാര്യങ്ങളും അബദ്ധത്തിലേക്ക് ചെന്ന് ചാടുകയാണ്. പലപ്പോഴും തങ്ങൾക്ക് ഈ ഒരു നക്ഷത്രക്കാർക്ക് പൊതുവേ ഈ ഒരു കഷ്ടകാലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേദനിക്കുന്നവരും ഇഷ്ടം പോലെയാണ്. അങ്ങനെയല്ല, 45 വയസ്സ് നിങ്ങൾക്ക് പൂർത്തിയായി കഴിയുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് നല്ല കാലമാണ്. പിന്നീട് നിങ്ങൾക്ക് വിദേശ യാത്രയിലടക്കം പോകുവാനും അല്ലെങ്കിൽ പോയി അത്യാവശ്യ സമ്പത്തുകൾ ഉണ്ടാക്കാനും ഒക്കെ കഴിയും. എന്ന് പറഞ്ഞ് 45 വയസ്സിന് മുമ്പേ പോകാൻ പറ്റത്തില്ല എന്നല്ല, പോകാം. പക്ഷേ കാര്യമായി ഒന്നും തന്നെ സമ്പാദിക്കാൻ കഴിയില്ല. അതാണ് പറഞ്ഞു വരുന്നത്. ഏതായാലും 45 വയസ്സ് വരെയുള്ള കഷ്ടകാലങ്ങൾ മാറാൻ ഏതു സമയവും ശ്രീ അയ്യപ്പ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നത് നല്ലതാണ്. അതുപോലെ നീരാഞ്ജനമടക്കമുള്ള പൂജാതി കർമ്മങ്ങൾ നടത്തുന്നതും നല്ലതാണ്. ശനീശ്വര ഭഗവാനാണ് അയ്യപ്പൻ. അവിടെ എത്തി പൂജാതി കർമ്മങ്ങൾ ചെയ്യുക. അയ്യപ്പനെ എപ്പോഴും മനസ്സിൽ ഉപാസിക്കുകയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ഒക്കെ പോകുന്നതും നന്നായി.